ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിൻ്റേതായ രീതിയിലുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനെ ഒന്ന് ഫോർക്ക് വെച്ച് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, കുറച്ച് മല്ലി എന്നിവ ചേർക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇനി ഒരു 3 പച്ചമുളക് നടുവേ മുറിച്ച് ചേർക്കുക. അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ കാശ്മീരി മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മൂടി വെച്ച് ചിക്കൻ നന്നായി വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. ഇനി ഇത് 2 മണിക്കൂർ കുതിർത്തി വെച്ച ബസ്മതി റൈസാണ്. ഇനി ആ റൈസ് ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അരി എത്രയാണോ അതിൻ്റെ 2 ഇഞ്ച് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. അതിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങ കൂടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. റൈസ് വെന്ത് കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. അങ്ങനെ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.